നമസ്കാരം. ജീവശാസ്ത്ര ശാഖയിലെ മനുഷ്യ ശരീരം എന്ന സിലബസ് ഭാഗത്തെ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പല പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ ഷൈജിൻ. എല്ലാവർക്കും ആസ്ഥ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദഹനേന്ദ്രിയ വ്യവസ്ഥ പഠിക്കുമ്പോൾ ആദ്യം ആ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ആദ്യം വായ്, പിന്നെ അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ഇത്രയും ഭാഗങ്ങളാണ് ഒരു ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗങ്ങളായിട്ട് വരുന്നത്. ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ ഇത്രയും ഭാഗങ്ങളെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് അന്നപഥം അഥവാ അലിമെന്ററി കനാൽ. പേരോർക്ക, അന്നപഥം അഥവാ അലിമെന്ററി കനാൽ. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്ന മറ്റൊരു പേരുണ്ടല്ലോ, അന്നനാളം. എന്താ അന്നനാളം എന്ന് പറഞ്ഞാൽ? അന്നനാളം എന്നാൽ നമ്മുടെ കഴുത്തിന് താഴേക്ക് ആമാശയം വരെ എത്തുന്ന ചെറിയൊരു പൈപ്പാണ് അന്നനാളം. അന്നനാളം വേറെ, അലിമെന്ററി കനാൽ എന്ന് വിളിക്കുന്ന അന്നപഥം വേറെ. അന്നനാളത്തിന് ഈസോഫാഗസ് എന്ന് വിളിക്കുമ്പോൾ അന്നപഥം അലിമെന്ററി കനാൽ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ദഹനേന്ദ്രിയ വ്യവസ്ഥ തുടങ്ങുന്ന ഭാഗമായ വായിൽ നിന്ന് തന്നെ തുടങ്ങാം. വായിലെ ആദ്യം പഠിക്കേണ്ട, ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ആദ്യം പഠിക്കേണ്ട ഒരു ഭാഗം പല്ലുകളെ കുറിച്ചാണ്. പല്ലുകളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര് ഒഡന്റോളജി എന്നറിയപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പല PSCക്കും ചോദിച്ചിട്ടുണ്ട്, ഓർത്തു വെക്കുക. ഒഡന്റോളജി, പല്ലുകളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര് ഒഡന്റോളജി എന്നറിയപ്പെടുന്നു. ഒരു പല്ലിന്റെ ഘടന നോക്കിയാൽ പല്ല് ഉറപ്പിച്ചിരിക്കുന്ന, നമ്മുടെ മോണയിലെ പല്ല് ഉറപ്പിച്ചിരിക്കുന്നതിന്റെ മുകൾ ഭാഗം, പല്ലിന്റെ മുകൾ ഭാഗം, പല്ലിന് പുറമേ കാണുന്ന ആ വെളുത്ത ഭാഗം, അതിനെ ക്രൗൺ അഥവാ ദന്തമകുടം എന്നാണ് അറിയപ്പെടുന്നത്. ആ ദന്തമകുടത്തിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഇനാമൽ എന്ന ഭാഗമുള്ളത്. അപ്പൊ പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള, മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമാണ് ഇനാമൽ എന്നറിയപ്പെടുന്നത്. ഇനാമൽ. പിന്നെ പല്ലിന്റെ തൊട്ടുള്ളിൽ കാണുന്ന, അതായത് ഇനാമലിന്റെ തൊട്ടുള്ളിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഡെൻഡൈൻ എന്നറിയപ്പെടുന്നത്. പല്ലിലെ ജീവിയ ഘടകമായ ഡെൻഡൈൻ പല്ലിലെ ഇനാമലിന്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇനാമൽ ഏറ്റവും പുറമേ കാണുന്നു. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പല്ലിന്റെ ഭാഗം എന്നറിയപ്പെടുന്നത്. ആ ഇനാമലിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഡെൻഡൈൻ എന്നറിയപ്പെടുന്നത്. ഇനി ഒരു മനുഷ്യ ആയുസ്സിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല്ലുകൾ രണ്ട് തരമാണുള്ളത്. ഒന്ന് പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നു, മറ്റൊന്ന് സ്ഥിരദന്തങ്ങൾ എന്നറിയപ്പെടുന്നു. പാൽപ്പല്ലുകൾ കുട്ടികളിൽ ഉണ്ടാകുന്ന പല്ലുകളാണ്. ഈ പല്ലുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ, അത് 13-14 വയസ്സിനുള്ളിൽ തന്നെ കൊഴിഞ്ഞു പോയി പുതിയ പല്ലുകൾ വരും. ആ പല്ലുകൾ പിന്നെ സ്ഥിരമായി കാണും. ഇത്തരം പല്ലുകൾക്ക് വിളിക്കുന്ന പേര് സ്ഥിരദന്തങ്ങൾ. അപ്പൊ കുട്ടികളിൽ കാണുന്ന പല്ലുകൾ പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുമ്പോൾ, മുതിർന്നവരിൽ കാണുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് ടീത്ത്. പ്രിലിംസിന് ചോദിച്ചൊരു ചോദ്യമാണ്, പാൽപ്പല്ലുകളുടെ ആകെ എണ്ണം എത്ര? കുട്ടികളുടെ വായിലെ പാൽപ്പല്ലുകളുടെ ആകെ എണ്ണം 20 എണ്ണമാണ്. പാൽപ്പല്ലുകൾ 20. അതേ സമയത്ത് സ്ഥിരദന്തങ്ങളുടെ ആകെ എണ്ണം 32. പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്തിന്റെ എണ്ണം 20 എണ്ണവും പെർമനന്റ് ടീത്ത് അഥവാ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 എണ്ണവുമാണ്. ഇനി വായിലെ പല്ലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 തരം പല്ലുകളാണ് വായിലുള്ളത്. ഒന്ന് ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിങ്ങനെ 4 തരം പല്ലുകൾ. പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ വായിലുള്ള പല്ലിന്റെ പേര് തന്നെ ഈ പറഞ്ഞു തന്നെ പഠിക്കുക. അഗ്രചർവണകം, ചർവണകം മലയാളം പേരുകളാണ്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിങ്ങനെ 4 തരം പല്ലുകളാണ് ഉള്ളത്. ഉളിപ്പല്ല് നിങ്ങൾക്കറിയാം, ഇൻസിസേഴ്സ് എന്നറിയപ്പെടുന്ന ഉളിപ്പല്ലുകൾ, മുന്നിൽ കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല്ലാണ് ഉളിപ്പല്ലുകൾ. അത് മുകൾ ഭാഗത്ത് 4 താഴെ ഭാഗത്ത് 4 8 ഉളിപ്പല്ലുകളാണ് നമുക്കുള്ളത്. അതേസമയത്ത് കോമ്പല്ല്, ഉളിപ്പല്ല് കഴിഞ്ഞു കാണുന്ന കോമ്പല്ല്, നമ്മുടെ പിശാശ് പല്ല്, പിശാശിനെ പോലെ കാണുന്ന ആ പല്ലിനെ വിളിക്കുന്ന പേരാണ് കോമ്പല്ല്. കനൈൻ എന്ന് ഇംഗ്ലീഷുകാർ വിളിക്കുന്ന, സയൻസുകാർ വിളിക്കുന്ന പേര് കോമ്പല്ല്. ആ കോമ്പല്ല് മേലെ ഭാഗത്ത് 2 എണ്ണം, താഴെ ഭാഗത്ത് 2 എണ്ണം, 4 കോമ്പല്ലുകൾ. ഇനി അഗ്രചർവണകം അഥവാ പ്രീ മോളാർ എന്നറിയപ്പെടുന്ന പല്ല്, അതിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ചവച്ചരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ
കോമ്പല്ല് കഴിഞ്ഞ് തൊട്ടുള്ളിൽ കാണപ്പെടുന്ന 2 പല്ലുകളാണ് അഗ്രചർവണകം. ഒരു കോമ്പല്ല് കഴിഞ്ഞ് ഇവിടെ 2 ഇവിടെ 2. അപ്പൊ മുകൾ ഭാഗത്ത് മാത്രം 4, താഴെ ഭാഗത്ത് 4, ആകെ അഗ്രചർവണകങ്ങളുടെ എണ്ണം 8. പിന്നെ വരുന്നത് അഗ്രചർവണകം കഴിഞ്ഞ് കാണുന്ന 3 പല്ലുകൾ, അതിന് ചർവണകം അഥവാ മോളാർ എന്നറിയപ്പെടുന്നു. അഗ്രചർവണം കഴിഞ്ഞ് കാണുന്ന 3 പല്ലുകളാണ് ചർവണകം അഥവാ മോളാർ എന്നറിയപ്പെടുന്നത്. മുകൾ ഭാഗത്ത് മാത്രം 6, താഴെയും 6, ആകെ 12 ചർവണകങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ ആകെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 പല്ലുകളുടെ എണ്ണം ഒന്ന് പഠിച്ചു വെക്കുക, ആവശ്യമുണ്ട്, ഉപകാരപ്പെടും. കുട്ടികളിൽ കാണപ്പെടുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ, അത് 20 എണ്ണവുമാണുള്ളത്. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, കുട്ടികളിൽ കാണപ്പെടാത്ത പല്ല് ഏത് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതണം അത് ചർവണകമാണ്. ചർവണകം 12 പല്ലുകൾ ഉൾപ്പെടുന്ന ചർവണകം കുട്ടികളിൽ കാണില്ല. അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, പാൽപ്പല്ലുകളിൽ കാണപ്പെടാത്ത പല്ലേത്? അത് ചർവണകമാണ്, ഓർത്തു വെക്കുക. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് വരാം. ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ മറ്റൊരു ഭാഗമാണ് ഉമിനീര് എന്നറിയപ്പെടുന്നത്. ഉമിനീര്, ഈ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നത് ഉമിനീർ ഗ്രന്ഥികളാണ്. ഉമിനീർ ഗ്രന്ഥികൾ നമ്മുടെ നാക്കിന്റെ അടിയിൽ പരോട്ടിഡ് ഗ്രന്ഥി, സബ്ലിംഗ്വൽ ഗ്രന്ഥി, സബ് മാക്സിലറി ഗ്രന്ഥി എന്നിങ്ങനെ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ വായിലുണ്ട്. ഈ ഉമിനീർ ഗ്രന്ഥികളാണ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉമിനീരിന്റെ ധർമ്മം എന്താ? നമ്മൾ ചവച്ചരയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ കുഴമ്പ് രൂപത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു ദ്രാവകമാണ് ഉമിനീര് എന്ന് നമുക്ക് കോമൺ ആയിട്ട് അറിയാം. പക്ഷേ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസം ഏത് എന്നൊരു ചോദ്യം വരാം. ആ ദഹനരസത്തിന്റെ പേര് ടയാലിൻ എന്നറിയപ്പെടുന്നു. എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കായിരിക്കും ടയാലിൻ. ഇതിന് മറ്റൊരു പേരിൽ സയൻസുകാർ വിളിക്കുന്ന പേര് സലൈവറി അമിലേസ് എന്നാണ്. അപ്പോൾ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസം സലൈവറി അമിലേസ് അഥവാ ടയാലിൻ. ഈ ടയാലിന്റെ ധർമ്മം എന്താ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ദഹനരസമാണ് ടയാലിൻ. വായിൽ വെച്ച് അന്നജത്തിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ദഹനരസമാണ് ടയാലിൻ അഥവാ സലൈവറി അമിലേസ്. അപ്പോ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ദഹനം എന്ന പ്രക്രിയ തുടങ്ങുന്നത് വായിൽ വെച്ച് തന്നെയാണ്. PSCക്ക് ചോദിച്ചാൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ദഹനം എന്ന പ്രക്രിയ തുടങ്ങുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വായിൽ വെച്ച് തന്നെയാണ്. അതിന് സഹായിക്കുന്ന ഘടകമാരാ? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ടയാലിൻ അഥവാ സലൈവറി അമിലേസ് എന്നറിയപ്പെടുന്ന ദഹനരസമാണ്. ഇനി ഈ ഉമിനീരിൽ തന്നെ ഒരു അണുനാശിനി അടങ്ങിയിട്ടുണ്ട്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന അണുനാശിനിയുടെ പേരാണ് ലൈസോസൈം. പേര് മറക്കണ്ട, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന അണുനാശിനിയാണ് ലൈസോസൈം എന്നറിയപ്പെടുന്നത്. ഇനി വായിൽ വെച്ച് പല്ലുകൾ കൊണ്ട് ചവച്ചരച്ച് ഉമിനീരുമായി കൂടിച്ചേർന്ന ആ ഭക്ഷ്യവസ്തുവിനെ അന്നനാളത്തിലേക്കാണ് ഇറക്കി വിടേണ്ടത്. അന്നനാളത്തിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് നാക്കിന്റെ അങ്ങേയറ്റം ഉള്ളിലെ ഭാഗം കൊണ്ടാണ് ഭക്ഷണത്തിന് ഉള്ളിലേക്ക് തള്ളിവിടുന്നത്. ആ സമയത്ത് ഭക്ഷ്യവസ്തുക്കൾ മൂക്കിനുള്ളിലേക്ക് അഥവാ നാസാഗഹ്വരത്തിലേക്ക് കടക്കാതെ സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്കറിയാം, തൊണ്ടയുടെ ഭാഗത്ത് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു വിരല് പോലൊരു ഭാഗമുണ്ട്. അതിന് ഉവ്യൂള എന്ന് സയൻസുകാർ വിളിക്കുന്നു. ഉവ്യൂള അഥവാ ചെറുനാക്ക് അല്ലെങ്കിൽ കുറുനാക്ക് എന്നറിയപ്പെടുന്ന ഭാഗം. ഇതാണ് ഭക്ഷ്യവസ്തുക്കളെ വായിൽ നിന്നും നാസാഗഹ്വരത്തിലേക്ക് നേസൽ ക്യാവിറ്റിയിലേക്ക് കടക്കാതെ സഹായിക്കുന്ന ഭാഗം എന്നറിയപ്പെടുന്നത്. ഇനി ഭക്ഷ്യവസ്തുക്കൾ അന്നനാളത്തിലേക്കാണ് ഇറങ്ങി വരുന്നത്. അന്നനാളം, അടുത്ത ഭാഗം എന്ന് പറയുന്നത് അന്നനാളമാണ്. പക്ഷെ അത് അന്നനാളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഭക്ഷ്യവസ്തുക്കൾ ചിലപ്പോൾ ശ്വാസകോശത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? ഗ്രസനി എന്ന് പറയുന്ന ഈ ഭാഗം തൊട്ട് താഴെയെത്തി 2 പൈപ്പുകളായിട്ട് മാറുന്നു. ഒന്ന് അന്നനാളത്തിലേക്കും ഒന്ന് ട്രക്കിയ എന്ന് വിളിക്കുന്ന വിൻഡ് പൈപ്പിലേക്കും മാറി വരുന്നുണ്ട്. ഈ വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ ഓപ്പൺ ആകുന്ന ആ ഭാഗത്ത് ഒരു അടപ്പ് വെച്ചിട്ടുണ്ട്. അതിന് പേരാണ് ക്ലോമപിധാനം. നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്, ശ്വസനേന്ദ്രിയ വ്യവസ്ഥ പഠിച്ച സമയത്ത് പഠിച്ചു. ക്ലോമപിധാനം, അതിന്റെ ധർമ്മം എന്താ? ഭക്ഷ്യവസ്തുക്കളെ ശ്വാസകോശത്തിലേക്ക് കടക്കാതെ സഹായിക്കുന്ന ഭാഗമാണ് ക്ലോമപിധാനം എന്നറിയപ്പെടുന്നത്. ഇനി ഈ ഭക്ഷ്യവസ്തുക്കൾ നേരെ ആമാശയത്തിലേക്ക് വരണം. ആമാശയത്തിലേക്ക് വരാൻ സഹായിക്കുന്ന പൈപ്പ്, അതിന് വിളിക്കുന്ന പേരാണ് അന്നനാളം അഥവാ ഈസോഫാഗസ്. ഈ അന്നനാളത്തിലൂടെ ഭക്ഷണം ഈസി ആയിട്ട് ഇറങ്ങി വരില്ല. ഈ ഭക്ഷണ വസ്തുക്കളെ ആമാശയത്തിലേക്ക് കൊണ്ടുവരാൻ അന്നനാളത്തിന് ഒരു തരംഗ രൂപത്തിലുള്ള ചലനം സാധ്യമാക്കുന്നുണ്ട്. ഈ തരംഗ രൂപത്തിലുള്ള ചലനത്തിൽ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. ഓർത്തു വെക്കുക, അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. വേവ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് ഈസോഫാഗസിന് വിളിക്കുന്ന പേര് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, പെരിസ്റ്റാളിക ചലനം എന്നറിയപ്പെടുന്നു. അങ്ങനെ
പെരിസ്റ്റാൾസിസിലൂടെ അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലേക്ക് ഭക്ഷണം എത്തിച്ചേരുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ആമാശയം എന്ന ഭാഗമാണ്. ആമാശയത്തിലേക്ക് എത്താം. ആമാശയം ഒരു ജെ ഷേപ്പിൽ, ഇംഗ്ലീഷ് അക്ഷരത്തിലെ ജെ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു സഞ്ചിയാണ് ആമാശയം. ഈ ആമാശയത്തിനുള്ളിൽ കാണപ്പെടുന്ന ദഹനരസങ്ങളാണ് പെപ്സിനും ലിപ്പേസും. മറന്നു പോകേണ്ട, ആമാശയത്തിൽ കാണപ്പെടുന്ന രണ്ട് ദഹനരസങ്ങളാണ് പെപ്സിനും ലിപ്പേസും. പെപ്സിനും ലിപ്പേസും ദഹനരസങ്ങളാണ്. കൂടാതെ ആമാശയത്തിൽ കാണപ്പെടുന്ന ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി എന്താണ് പെപ്സിന്റെ ധർമ്മം നോക്കാം. പെപ്സിൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ മാംസ്യത്തിനെ അഥവാ പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റാൻ, അതിനെ ചെറുകണികകളാക്കാൻ സഹായിക്കുന്ന ഘടകമാണ് പെപ്സിൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ പെപ്സിൻ മാംസ്യത്തിനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. ഇനി ലിപ്പേസിന്റെ ധർമ്മമോ, ലിപ്പേസ് പേരോർക്ക, ലിപ്പേസ് ലിപ്പിഡിനെ അഥവാ കൊഴുപ്പിനെ അതിന് ചെറുകണികകളാക്കാൻ സഹായിക്കുന്ന ദഹനരസമാണ് ലിപ്പേസ്. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ലിപ്പേസ് എന്നറിയപ്പെടുന്നത്. ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ഇനി ഈ പെപ്സിൻ എന്ന ആ ദഹനരസം ആമാശയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രോട്ടീനെ ദഹിപ്പിക്കണമെങ്കിൽ ഒരു ആസിഡ് മീഡിയം ആവശ്യമുണ്ട്. ആ ആസിഡ് മീഡിയം കൊടുക്കലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ധർമ്മം. അപ്പൊ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. PSC ചോദിച്ചാൽ എഴുതിക്കോളാം. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ കഴിച്ച ഭക്ഷ്യവസ്തുക്കൾ ആമാശയത്തിൽ കുറെ നേരം തങ്ങി നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് ചെറുകുടലിലേക്ക്, അടുത്ത ഭാഗമായ ചെറുകുടലിലേക്ക് ഇറങ്ങി വരുന്നത്. തങ്ങി നിൽക്കാൻ അതിന് സഹായിക്കുന്നത് ആമാശയത്തിൽ നിന്ന് ചെറുകുടലിൽ തുടങ്ങുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ചില പേശികളാണ് അതിന് സഹായിക്കുന്നത്. അതായത് ആമാശയത്തിൽ ഭക്ഷ്യവസ്തുക്കളെ തങ്ങി നിൽക്കാൻ സഹായിക്കുന്ന പേശികളാണ് വലയ പേശികൾ. അതിന് വിളിക്കുന്ന പേര് സ്ഫിങ്ക്റ്റർ മസിൽസ് എന്നാണ്. വലയ പേശികളാണ് ആമാശയത്തിൽ ഭക്ഷ്യവസ്തുക്കളെ തങ്ങി നിൽക്കാൻ അനുവദിക്കുന്നത്. ആ വലയ പേശികൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഇറങ്ങി വരുന്നത് ചെറുകുടലിലേക്ക്. ഇനി ചെറുകുടലിലേക്ക് നോക്കാം. ചെറുകുടലിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പക്വാശയം, ഇലിയം, ജജുനം എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ചെറുകുടലിന് കാണപ്പെടുന്നത്. അതിലെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് പക്വാശയം എന്ന് വിളിക്കുന്ന ഡിയോഡിനം എന്ന ഭാഗമാണ്. പക്വാശയം ഓർത്ത് വെക്കുക. അവിടെ ഒരു സി ഷേപ്പിൽ, ചെറുകുടൽ തുടങ്ങുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് പക്വാശയം അഥവാ ഡിയോഡിനം. അവിടേക്കാണ് ദഹനരസങ്ങളായ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമായ പിത്തരസം കടന്നു വരുന്നത്. അതേസമയം ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ കടന്നു വരുന്നതും ഈ പക്വാശയത്തിലേക്ക് തന്നെ. എന്ന് പറഞ്ഞാൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങളും കടന്നു വരുന്നത് ചെറുകുടലിലെ പക്വാശയം എന്ന് വിളിക്കുന്ന ഭാഗത്തേക്കാണ്. അങ്ങനെ പക്വാശയത്തിലേക്ക് എത്തിയ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസത്തിന്റെ പേരാണ് പിത്തരസം. പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന പേര് തന്നെയല്ലേ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം എന്നറിയപ്പെടുന്നത്. പിത്തരസത്തിന്റെ ജോലി എന്താ? നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുക. കൊഴുപ്പ് അതിനെ ചെറുകണികകളായ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന ആ പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് എമൽസിഫിക്കേഷൻ. ആ പേരെന്നോർത്തിരിക്കുക, എമൽസിഫിക്കേഷൻ. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് എമൽസിഫിക്കേഷൻ. അപ്പൊ അതിന് സഹായിക്കുന്ന കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. പഠിച്ചിട്ടുണ്ടാവുമല്ലോ, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തസഞ്ചിയിലാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ആ പിത്തസഞ്ചിയിൽ ചിലപ്പോൾ കല്ല് രൂപപ്പെടാറുണ്ട്. ആ കല്ല് രൂപപ്പെടുന്ന രോഗത്തിന് വിളിക്കുന്ന പേര് കോളിലിത്തിയാസിസ് എന്നാണ്. ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, കോളിലിത്തിയാസിസ്. ഇനി നമുക്ക് പറയാനുള്ളത് ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങളെ കുറിച്ചാണ്. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ട്രിപ്സിൻ, അമിലേസ്, ലിപ്പേസ് തുടങ്ങിയവ. ട്രിപ്സിന്റെ ജോലി എന്താ? പ്രോട്ടീനെ അഥവാ മാംസ്യത്തെ ദഹിപ്പിച്ച് അമിനോ ആസിഡുകളാക്കി മാറ്റുക. ട്രിപ്സിൻ മാംസ്യത്തെ ദഹിപ്പിച്ച് അമിനോ ആസിഡാക്കി മാറ്റുന്നു. അമിലേസ് എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ ദഹനരസം, അമിലേസിന്റെ ധർമ്മം ധാന്യകത്തിനെ ദഹിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ധാന്യകത്തിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ലിപ്പേസിന്റെ ജോലി, ലിപ്പേസ് ആ പേര് കേട്ടാൽ ഓർത്തോളെ, ലിപ്പിഡിനെ ദഹിപ്പിക്കുന്നു. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിനെ വിളിക്കുന്ന പേരാണ്. ലിപ്പിഡിനെ ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് ലിപ്പേസ് എന്നറിയപ്പെടുന്ന ഘടകം. ഇനി ഈ ചെറുകുടലിൽ വെച്ചാണ് ദഹനം എന്ന പ്രക്രിയ പൂർത്തിയാകുന്നത്. ചെറുകുടലിന് 3 ഭാഗമാണ്: ഡിയോഡിനം, ഇലിയം, ജജുനം എന്നിങ്ങനെ 3 ഭാഗങ്ങൾ. ഇവിടെ വെച്ചാണ് ദഹനം പൂർത്തിയാകുന്നത്. ഈ ദഹനം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പോഷക ഘടകങ്ങളെ ആഗിരണം ചെയ്യുക എന്ന പ്രവൃത്തി നടക്കുന്നത് ചെറുകുടലിലാണ്. ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്
പറയുന്ന ചെറുകുടലിനുള്ളിൽ വിരലുകൾ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് വില്ലസുകൾ എന്നറിയപ്പെടുന്നത്. ആ വില്ലസുകളാണ് പോഷണങ്ങളെ ആഗിരണം ചെയ്യുന്ന ചെറുകുടലിന്റെ ഭാഗം. വില്ലസുകളാണ് പോഷണങ്ങളെ ആഗിരണം ചെയ്യുന്ന ചെറുകുടലിന്റെ ഭാഗം എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് വരേണ്ടത് വൻകുടലിലേക്ക്. ആമാശയത്തിൽ വെച്ച് ഭക്ഷണ സാധനങ്ങൾ ചെറുകുടലിലെത്തി, അവിടെ വെച്ച് ദഹനം പൂർത്തിയാകുന്നു. ദഹനം പൂർത്തിയായി അവിടെ നിന്ന് പോഷണങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഇനി ബാക്കി വരുന്ന വേസ്റ്റുകളാണ്. ആ വേസ്റ്റ് വന്നു ചേരുന്നത് വൻകുടലിലേക്ക്. ആ വൻകുടലിൽ വെച്ചാണ് ഇനി ബാക്കി വരുന്ന ജലം ആഗിരണം ചെയ്യുന്നത്. വൻകുടലിൽ വെച്ച് ജലം ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ച്. നമ്മുടെ ചെറുകുടൽ പറഞ്ഞതുപോലെ വൻകുടലിനും പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ആ 3 ഭാഗങ്ങൾ സീക്കം, കോളൻ, റെക്ടം എന്നിങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. സീക്കം, കോളൻ, റെക്ടം, ആ 3 ഭാഗങ്ങളാണ് വൻകുടലിന് കാണപ്പെടുന്നത്. ആ വൻകുടലിൽ മറ്റൊരു ജീവവർഗം കാണപ്പെടുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ? അത് ഈ കോളൈ എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് ഈ വൻകുടലിലാണ്. ഈ കോളൈ അഥവാ എസ്ക്രീഷ്യ കോളൈ, മലയാളീകരിച്ച് പറയുമ്പോൾ എസ്ചെറീഷ്യ കോളൈ എന്നൊക്കെ വിളിക്കുന്ന ഈ കോളൈ ബാക്ടീരിയകൾ കാണപ്പെടുന്നത് വൻകുടലിലാണ്. വൻകുടലിൽ വെച്ച് ഈ കോളൈ ബാക്ടീരിയകൾ വൈറ്റമിൻ കെ, B5 തുടങ്ങിയ ജീവകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ജീവകങ്ങളെ ആഗിരണം ചെയ്യുന്നതും വൻകുടലിൽ വെച്ചാ. അപ്പൊ വൻകുടലിൽ കാണപ്പെടുന്ന ഒരു തരം ബാക്ടീരിയയാണ് ഈ കോളൈ ബാക്ടീരിയകൾ. ഇനി വൻകുടൽ തുടങ്ങുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ചെറിയ വിരൽ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് വെർമിഫോം അപ്പൻഡിക്സ്. വെർമിഫോം അപ്പൻഡിക്സ് നമുക്ക് ഉപകാരമൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഈ വെർമിഫോം അപ്പൻഡിക്സ്. ചിലപ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യും. എപ്പോ? അതിന് അണുബാധ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ഈ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേര് അപ്പൻഡിസൈറ്റിസ് എന്നാണ്. അപ്പൻഡിസൈറ്റിസ് ഉപകാരമൊന്നും ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് തന്നെ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അപ്പൻഡിസൈറ്റിസ് എന്ന് വിളിക്കുന്നത് വെർമിഫോം അപ്പൻഡിക്സിനുണ്ടാകുന്ന അണുബാധയാണ്. വെർമിഫോം അപ്പൻഡിക്സിനുണ്ടാകുന്ന അണുബാധയാണ് അപ്പൻഡിസൈറ്റിസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.